+1 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ നെക്സ്റ്റ് യൂണിറ്റ് ആണ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 5 ഹാർമണി ഓഫ് ലൈഫിലെ ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. ഇതൊരു എസ്സേ ആണ്. ഓക്കെ, റിട്ടൺ ബൈ മാക്സ് ബി ഹോം. ഓക്കെ, ഇതിൽ പറയുന്നത് നടത്തത്തെക്കുറിച്ചാണ്. നടക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വേറൊരു പേഴ്സ്പെക്റ്റീവിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നടക്കുക എന്ന് വെച്ചാൽ നോർമലി നടക്കുന്നു, അത് ആരോഗ്യത്തിന് നല്ലതാണ്, ഇങ്ങനെയാണ് ഒരു എസ്സേയിൽ ഉണ്ടാവുക. ഇത് കുറച്ച് വ്യത്യാസമായിട്ടുള്ള എസ്സേ ആണ്. അപ്പോൾ ആദ്യം ആരാണ് ഈ ഹെൻറി മാക്സ്മിലൻ മാക്സ് ബി ഹോം ആരാന്ന് പറയാം. ഇദ്ദേഹം ഒരു ഇംഗ്ലീഷ് റൈറ്റർ ആണ്, കാരിക്കേച്ചറിസ്റ്റ് ആണ്. ഇസ് റിമെമ്പേർഡ് ഫോർ ദി എലഗൻസ് ആൻഡ് ജെന്റിൽ ഹ്യൂമർ ഓൺ ഹിസ് പേഴ്സണൽ എസ്സേസ്. പേഴ്സണൽ എസ്സേസിൽ തന്നെ ഉള്ള ഒരു കാറ്റഗറിയാണ് പേഴ്സണൽ എസ്സേ. അത് കുറച്ച് ഹ്യൂമറൊക്കെ ചേർത്ത് എഴുതുന്ന ഒരു പ്രത്യേക റൈറ്റിംഗ് സ്റ്റൈലാണ് ഇദ്ദേഹത്തിനുള്ളത്. Behom challenges the notion that walking is productive mental exercise, especially if one is accompanied by a talkative companion. അപ്പോൾ നടത്തം എന്താണ്, ഒരു മെന്റൽ എക്സസൈസ് ആണ്. അതൊരു നല്ല ടോക്കറ്റീവ് ആയിട്ടുള്ള കമ്പാനിയൻ ഉണ്ടെങ്കിൽ നല്ലൊരു വാക്കാണ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു എസ്സേ ആണിത്. നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ തുടങ്ങുന്നത്, ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് നോട്ട് വൺസ് ഇൻ ഓൾ മൈ ലൈഫ് ഹാവ് ഐ ഗോൺ ഔട്ട് ഫോർ എ വാക്ക്. I have been taken out for walks, but that is another matter. Even while I'll trotted prattling by my nurse's side, I regret the good old days when I had and wasn't a perambulator. അപ്പോൾ ആദ്യം പറയുന്നത് ചെറുപ്പത്തിലെ കാര്യമാണ്. ചെറുപ്പത്തിൽ കുഞ്ഞായിരുന്നിരിക്കുമ്പോൾ മുട്ടയിലൊക്കെ നടക്കുന്ന പ്രായത്തിൽ, നമ്മൾ ചെറിയ ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന പ്രായത്തിൽ നേഴ്സ് ആയ, ഈ കുട്ടിയെ നോക്കുന്ന ആയയാണ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, കുട്ടികളെ ഇരുത്തി പോകുന്ന വണ്ടിയില്ലേ, പെരാമ്പുലേറ്റർ എന്നാണ് അതിന് പറയുന്നത്, ബേബി കാരേജിൽ കുട്ടിയെ ഇരുത്തി കൊണ്ടുപോയിരുന്നു. അതായിരുന്നു ചെറുപ്പത്തിൽ പോയിട്ടുള്ള വാക്ക് എന്ന് പറയാണ്. ഇപ്പോഴാരും തന്നെ ഞാൻ ഇന്നേ വരെ നടക്കാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ചെറുപ്പത്തിൽ എൻ്റെ ആയ ഇങ്ങനെ കൊണ്ടുപോയ കാര്യമാണ് റൈറ്റർ പറയുന്നത്. നല്ലൊരു നടത്തമൊന്നും ജീവിതത്തിൽ നടന്നിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. നടക്കാന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഈവനിങ്ങിലൊക്കെ നടക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. When I grew up, it seemed to me that the one advantage of living in London was that nobody ever wanted me to come out for a walk. അപ്പോൾ ഇദ്ദേഹം വലുതായപ്പോൾ ലണ്ടൻ നഗരത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നുള്ളത്. ലണ്ടൻ നഗരത്തിൽ ഇന്നേ വരെ, ആ ലണ്ടൻ നഗരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നേ വരെ അദ്ദേഹത്തെ ആരും നടക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇന്നേ വരെ നടക്കാൻ ക്ഷണിച്ചിട്ടില്ല. കാരണം പറയുന്നു നോക്കൂ, ലണ്ടൻസ് വെരി ഡ്രോബാക്സ്, ഇറ്റ്സ് എൻലെസ് നോയ്സ് ആൻഡ് ഹസിൽ, ഇറ്റ്സ് സ്മോക്കിയർ, സ്ക്വയർ, ആംബ്യൂസ്ഡ് എവറിവെയർ ഇൻ ഇറ്റ്. I shot this one immunity. Whenever I was with friends in the country, I knew that any moment, unless the rain were actually falling, some man might suddenly say, "Come out for a walk," in that sharp imperative tone, which he would not dream of using it. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ലണ്ടൻ നഗരിലെത്തിയപ്പോൾ, വലുതായപ്പോൾ ലണ്ടനിലാണ് ജീവിക്കുന്നുള്ളത്. അപ്പോൾ നടക്കാൻ പോകാത്തതിന്റെ പ്രത്യേകത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലണ്ടൻ്റെതായ ഡ്രോബാക്സ് ഉണ്ട്. ലണ്ടൻ എന്ന് പറയുന്നത് വലിയൊരു സിറ്റിയാണ്, മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. വളരെ ചെറിയൊരു പ്ലേസിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും നോയ്സ് ആണ്, വണ്ടിയുടെ ബഹളം, ആൾക്കാരുടെ ശബ്ദം, അതുപോലെ ഷോപ്സ്, ഇതൊക്കെ തുടങ്ങി ആകെ മൊത്തം സ്മോക്കി എയർ ആണ്. നല്ല ഗ്രാമത്തിലുള്ള പോലെയുള്ള നല്ല സൗന്ദര്യവും എയറും ഒന്നും അവിടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആരും നടക്കാൻ പോവാറില്ല, എല്ലാവരും വളരെ ബിസിയാണ് ലണ്ടൻ നഗരത്തിൽ. പിന്നെ പറയാണ്, whenever I was with my friends in the country എന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രാമം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലണ്ടൻ ഗ്രാമങ്ങളിൽ, അദ്ദേഹം ലണ്ടൻ ടൗണിലാണുള്ളത്. അപ്പൊ ഗ്രാമങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യും, ഇടക്ക് വിളിക്കും. എന്തിനാണ്? I knew that one moment, unless the rain were actually falling, some man might suddenly say, "Come out for a walk." അപ്പൊ ചില മഴ പെയ്യുന്നുണ്ടെങ്കിലും ചില അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് ഷാർപ്പ് ആൻഡ് ഇമ്പറേറ്റീവ് ടോണിൽ, ഒരു വലിയൊരു സ്നേഹമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വാ നടക്കാൻ പോവാം, അങ്ങനെയുള്ള രീതിയിൽ ഇദ്ദേഹത്തെ നടക്കാൻ വിളിച്ചത് ഓർക്കാണ് ഇവിടെ. അപ്പോൾ ആ ഒരു നടത്താണ് ഇവിടെ ഓർക്കുന്നത്. മഴ ഉണ്ടാകുമ്പോഴും തന്റെ സുഹൃത്തുക്കൾ വന്നിട്ട് ഒരു പരുഷമായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹത്തെ നടക്കാൻ വിളിക്കുമായിരുന്നു. കം ഔട്ട് ഫോർ എ വാക്ക്
ഇങ്ങനെ എന്താണ് ദേഷ്യത്തോടെയോ ഇല്ലെങ്കിൽ ഒരു പരുഷമായിട്ട് ഒരു സ്നേഹമില്ലാത്ത പോലെ പേടിപ്പിച്ച് വിളിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ ഇദ്ദേഹത്തെ നടക്കാൻ കൂട്ടുമായിരുന്നു. He would not dream of using it. People seem to think there is something inherently noble and virtuous in the desire to go for a walk. അപ്പൊ ആളുകളുടെ ചിന്ത എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ള ഒരു കാര്യമാണ് നടത്ത ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്താണ് അങ്ങനെ ഒരു തിങ്കിങ് എല്ലാവരുടെ മൈൻഡിലുണ്ട്, ഇൻഹെറിറ്റഡ് ആണ്, നമ്മുടെ ഉള്ളിലുണ്ട് എല്ലാവരുടെയും. ആ ഒരു കാര്യത്തെ ആ ഡിസയറിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും നടക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. Anyone thus desirous feels that he has a right to impose his will on whomever he sees comfortably settled in armchair reading. It is easy to say simply no to an old friend. In reading, it is easy to say അവിടെ ഒരു കറക്ഷൻ ഉണ്ട്. It is easy to say simply no to an old friend in the case of a mere acquaintance. അവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നടക്കാൻ വേണ്ടി ആരെങ്കിലും വിളിക്കുമ്പോൾ എന്താണ്, നമ്മൾ കസേരയിൽ നന്നായിട്ട് ആം ചെയറിൽ ഇങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാളിങ്ങനെ നടക്കാൻ വിളിക്കുമ്പോൾ അതൊരു പരിചയക്കാരനോടാണെങ്കിൽ നമുക്ക് നോ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇല്ലേ. അപ്പം നിങ്ങൾ നല്ല വീട്ടിൽ ഇങ്ങനെ വിശാലമായിട്ട് ഇരിക്കുകയാണ്, അപ്പം നിങ്ങൾ കൂട്ടുകാർ വിളിക്കുകയാണ് വാ നടക്കാൻ പോവാം, ചിലപ്പോൾ നിങ്ങൾക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല, എന്നാലും നിങ്ങൾക്ക് നോ പറയാൻ ഒരു മടി ഉണ്ടാവും അല്ലേ. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പം നമ്മൾ ഏറ്റവും അടുത്തറിയുന്ന ആളോട് നോ പറയാന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടാണ്. One wants some excuse. I wish I could, but nothing ever occurs to me except I have some letters to write. അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഒരാളോട് എക്സ്ക്യൂസ് പറയാം, ഇങ്ങനത്തെ ആൾക്കാരോട് എക്സ്ക്യൂസ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം എന്താണ്, അവർക്ക് എല്ലാത്തിനും റീസൺ വേണ്ടി വരും. അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ റീസൺ പറയുമ്പോൾ എന്താവണം, ക്ലിയർ കട്ടായിട്ട് റീസൺ പറയണം. ഇല്ലെങ്കിൽ എന്താവും, നീ നുണയാ പറയുന്നതെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോകും. അപ്പോൾ എന്താണ്, ഐ വിഷ് ഐ കുഡ് ബട്ട് നത്തിങ് എവർ ഒക്കേഴ്സ് മീ ടു എക്സെപ്റ്റ് ഐ ഹാവ് സം ലെറ്റേഴ്സ് ടു റൈറ്റ്. അപ്പം ഇദ്ദേഹം എനിക്ക് കുറച്ച് കത്തുകൾ എഴുതാണ്ട് എന്നുള്ള റീസൺ അല്ലാണ്ട് വേറെ ഒരു റീസൺ പറഞ്ഞാലും തൻ്റെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തെ വിട്ടിട്ട് പോയിരുന്നില്ല, ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് തന്നെ നടക്കാൻ പോയിരുന്നു. So this formula is unsatisfactory in 3 ways. So it isn't believed. It compels you to rise from your chair, go to writing table and sit improvising a letter to somebody until the walkmonger, just not daring to call you liar or a hypocrite, shall have lumbered out of the room. Third one, it won't operate in Sunday mornings. There is no post out of till this evening. Clinches is the matter. And you may as well go quietly. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയാണ് കത്തെഴുതാൻ പോവാണ്ടെന്ന് ഇദ്ദേഹം പറയാണ്. അതിങ്ങനെ ചുമ്മാ നമ്മൾ വായ കൊണ്ട് കത്തെഴുതാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാർ വിട്ടിട്ട് പോവില്ല, വേറെ ഒരു റീസണും നടക്കില്ല. അപ്പോൾ ആകെ പറയുന്ന റീസൺ എന്താണ്, എനിക്ക് കത്തുകൾ എഴുതാനുണ്ട് കുറച്ച് എന്നാണ്. അത് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് എന്ത് ചെയ്യണം, 3 രീതിയിൽ അത് ജസ്റ്റിഫൈ ചെയ്യണം. അങ്ങനെ ഇറ്റ് ഈസിൻറ്റ് ബിലീവ്ഡ്, അത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആണോ എന്നൊന്ന് നോക്കണം. പിന്നൊന്ന്, ഇറ്റ് കമ്പൽസ് യു ടു റൈസ് ഫ്രം യുവർ ചെയർ ആൻഡ് ഗോ ടു റൈറ്റിംഗ് ടേബിൾ ആൻഡ് സിറ്റ് ഇംപ്രവൈസിങ് എ ലെറ്റർ ടു സംബഡി അൺടിൽ ദ വാക്ക് മോങ്കർ. ഓക്കെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കത്തെഴുതുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ആ സമയമാകുമ്പോൾ അവർ വന്ന് വിളിക്കാൻ നേരമാകുമ്പോൾ എന്ത് ചെയ്യണം, എണീറ്റ് നിങ്ങൾ വായിക്കുന്ന കസേരയിൽ ഇരുന്ന് അവിടുന്ന് വായിക്കുന്നിടത്ത് എണീറ്റിട്ട് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്ത് പോയി ലെറ്റർ എഴുതുന്ന പോലെ അഭിനയിക്കണം. അപ്പോഴേ അവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ എന്താണ്, കള്ളത്തനാണ്, ഇല്ലെങ്കിൽ എന്താണ്, ലയർ, ഹിപ്പോക്രൈറ്റ് എന്നൊക്കെ നമ്മളെ വിളിക്കുന്നതാണ് പറയുന്നത്. തേർഡ് വൺ, ഈ 2 കാര്യം ഒന്ന് വിശ്വസിക്കാവുന്ന രീതിയിൽ പറയുക, പിന്നെ ഒന്നെന്താണ്, അവിടുന്ന് എണീറ്റിട്ട് സ്റ്റഡി ടേബിളിൽ വന്ന് ലെറ്റർ എഴുതാൻ തുടങ്ങുന്ന പോലെ അഭിനയിക്കുക. ഈ 2 കാര്യം എപ്പം നടക്കില്ല, സൺഡേ മോർണിംഗിൽ നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺഡേ പോസ്റ്റൽ സർവീസ് ഓഫാണ്, അന്ന് എല്ലാം ക്ലോസ്ഡ് അല്ലേ. അപ്പോൾ സൺഡേ ഇത് ക്ലോസ്ഡ് ആണ്. അപ്പം അന്നത്തെ ദിവസം എന്തായാലും ഈ നുണ നടക്കില്ല എന്നാണ് റൈറ്റർ പറയുന്നത്. സോ walking as a sake of maybe as highly laudable and exemplary a thing as held by who practice it. My objection to it's that it stops by the brain, and many man has professed to me that his brain never works so well as when he is swinging
along the high road and over hill and dale. This boast is not confirmed by memory of anybody who, on a Sunday morning, has forced me to partake of his adventure. Experience teaches me that whatever the fellow guest may have the power to instruct or amuse, whenever he is sitting on a chair or standing on a hearthrug, quickly leaves him when he takes out for a walk. ഈ ഒരു ഭാഗത്ത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്കിംഗ് ഫോർ എ വാക്കിംഗ്സ് സേക്ക് മീൻസ് നമ്മൾ നടക്കാൻ വേണ്ടി നടക്കുന്നത് എന്താണ് അത് പ്രാക്ടീസ് ചെയ്ത ആൾക്ക് ഇപ്പൊ ഡെയിലി ഇങ്ങനെ നടക്കാൻ പോകുന്നവർക്ക് അതൊരു നല്ല കാര്യമായിട്ട് തോന്നാം. പക്ഷെ ഓതറിന് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താണ് അദ്ദേഹം പറയുന്നത് നമ്മളിങ്ങനെ നടക്കാൻ പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ വർക്ക് സ്റ്റോപ്പ് ആവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഒരു ആള് ഡെയിലി നടക്കാൻ പോവാണ്, രാവിലെ വൈകുന്നേരം നടക്കുന്നുണ്ട് വിചാരിക്കാം. അങ്ങനെ പ്രാക്ടീസ് ആയിട്ടുള്ള ഒരാൾക്ക് എന്തായിരിക്കും നല്ലൊരു പ്രവൃത്തിയായിട്ട് തോന്നും. ഡെയിലി നടക്കുന്നത് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണെന്നൊക്കെ അവർക്ക് തോന്നും. അതേസമയം ഓതറിന് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നടക്കുക എന്നുള്ള പ്രക്രിയ, ഈ നമ്മൾ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ വർക്ക് സ്റ്റോപ്പ് ആവുകയാണെന്നാണ്. എന്നിട്ട് അദ്ദേഹം എക്സാമ്പിൾ പറയുന്നത്, അപ്പൊ നമ്മൾ കസേരയിൽ ഇരുന്ന് ഫ്രണ്ട്സിനോട് ഇല്ലെങ്കിൽ കൂടെയുള്ളവരോട് നുണ പറയുന്ന പോലെ ഇല്ലെങ്കിൽ തമാശകൾ പറയുന്ന പോലെ ഇങ്ങനെ ചിരിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് നടക്കുമ്പോൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു പാരഗ്രാഫിൽ ഉള്ളത്. അതായത് ചില സമയം നമ്മളെ മെമ്മറീനെ സ്റ്റോപ്പ് ചെയ്യും, ബ്രെയിൻ വർക്കിനെ സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. The ideas that came so thick and so fast to him in any room, where are they now? And where is the encyclopedic knowledge which bore so highly? Where the kindly fancy had played like summer lightning over any topic that was started? The man's face that so mobile is set now, gone is the light from his fine eyes. He says that our host is thoroughly a good fellow. 50 yards further on, he adds that A is one of the best fellows that he has met ever. He tramped another furlong, so he says that Mrs. A is a charming woman. Presently he adds she is one of the most charming women as he has ever known. We pass an inn. He reads rapidly aloud to me the King's Arms license to sell ales and spirits. Foresee that during the rest of the walk, he will read aloud any inscription that occurs. We pass milestone. He points at it with his stick and Axminster 11 miles. He turns a sharp corner at the foot of a hill, and he points at the wall and says, drive slowly. I see far ahead on the other side of the hedge, bordering the high road, a small notice board. He sees it and he keeps his eye on it. And in due course, the trespassers, he says, will be prosecuted. Poor man, mentally a wreck. അതായത് ഇപ്പൊ വായിച്ച സ്ഥലത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കാൻ പോകുന്നത് ഒരു എ എന്ന് പറയുന്ന ആളുടെ കൂടെയാണ് ഇപ്പൊ ഞാൻ നടക്കാൻ പോകുന്നതെന്ന് വിചാരിക്കാം. ഈ ഓതറും ഒരു എ എന്ന് പേര് കൊടുക്കാണ്, പ്രധാനമായിട്ടൊരു പേരില്ല. അപ്പൊ എ എന്ന് പറയുന്ന തന്റെ കൂടെ നടക്കുന്ന ഹോസ്റ്റ് അതിഥിയോടൊപ്പം നടക്കാണെന്ന് വിചാരിക്കാം. അപ്പൊ നടന്നു തുടങ്ങുമ്പോൾ ആദ്യം ഇങ്ങനെ നടന്നു തുടങ്ങുമ്പോൾ ഒരാളെ കുറിച്ച് പറയും. ഇപ്പൊ ബി എന്നുള്ള ഒരാളെ കുറിച്ച് പറയും. ബി എന്ന് പറയുന്നത് നല്ലൊരാളാണ് എന്ന് പറയും. കുറച്ചും കൂടി ദൂരം കടന്നു പോകുമ്പോൾ പറയും, ഞാൻ കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും നല്ല ആളാണെന്ന് ബീനെ പറയും. കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതേ ആള് പറയും, ബീന്റെ വൈഫ് വളരെ ചാമിങ് ബ്യൂട്ടിഫുൾ ലേഡി ആണെന്ന് പറയും. കുറച്ചും കൂടി ദൂരം വീണ്ടും പോകുമ്പോൾ പറയും, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ചാമിങ് ആയിട്ടുള്ള ലേഡി ആ ലേഡിയാണ്, ബീന്റെ വൈഫാണെന്ന് പറയും. കുറച്ചും കൂടി ദൂരം പോകുമ്പോൾ എന്ത് ചെയ്യും, അവിടെയുള്ള നോട്ടീസ് ബോർഡുകളൊക്കെ വായിച്ചുകൊണ്ട് പോകും. അതായത് റോഡ് സൈഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ബോർഡുകളൊക്കെ വായിച്ചിട്ടാണ് പോവുക. പിന്നീടും ദൂരം പോകുമ്പോൾ അവിടെ കാണുന്ന ട്രാഫിക് സിഗ്നൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയായിരിക്കും പോകുന്നുണ്ടാവുക. ഡ്രൈവ് സ്ലോലി, അതുപോലെ എക്സ്മിനിസ്റ്റർ 11 മൈൽസ് ഇങ്ങനെയുള്ള സൈൻ ബോർഡ്സ് ഒക്കെ വായിച്ച്, സ്മോൾ റോഡ്സ് നോട്ടീസ് ബോർഡൊക്കെ വായിച്ചൊക്കെ ആയിരിക്കും പോവുക.
അതുപോലെ തന്നെ ട്രെസ്പാസസ്, ഇങ്ങനെ വഴിയിൽ നടക്കുന്നവരൊക്കെ കുറിച്ച് പറഞ്ഞ് എന്താണ് പുവർ മാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. ഇപ്പൊ നടക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ചുമ്മാ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കുകയാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Luncheon at the Ace, however, salves him and floats him in full sail. Behold him once more the life and soul of the party. Surely he will never, after the bitter lessons of this morning, go out another walk at an hour later. I see him steadily forth with a new companion. I watch him out of sight. I know that he's saying that I am rather a dull man to go for a walk with. He will presently add that I am the one of the dullest man ever went for a walk with. Then he will devote himself reading out of inscriptions. അങ്ങനെ നേരത്തെ പറഞ്ഞ എ എന്നുള്ള ആള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറും. AS, ലഞ്ചൺ അറ്റ് AS. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എന്ത് ചെയ്യും, വീണ്ടും ഇവർ നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ മനുഷ്യൻ എ എന്ന് പറയുന്ന ആള് എന്ത് ചെയ്യും, ഈ ഓതറിൻ്റെ കൂടെയുള്ള നടത്തം നിർത്തിയിട്ട് നടത്തം വളരെ മോശമായി എന്നുള്ള അഭിപ്രായത്തിൽ എന്ത് ചെയ്യും, അടുത്ത ദിവസം എന്ത് ചെയ്യും, നടക്കാനേ പോവില്ല എന്ന് ഓതർ വിചാരിക്കുകയാണ്. അതായത് ഈ ഓതറിന് നടക്കുന്നത് ഇഷ്ടമല്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം വളരെ എന്താണ് ഫ്രണ്ട്ലി അല്ലാത്തതുകൊണ്ടോ നടക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ ഈ എ എന്നുള്ള വ്യക്തി ഈ ഓതറിനെ ക്ഷണിച്ച വ്യക്തി ഇനി നടക്കാൻ പോവില്ല എന്ന് വിചാരിച്ച് ഇദ്ദേഹം എന്തെയാണ് ഇങ്ങനെയൊക്കെ വിചാരിച്ച് നാളെ ഇദ്ദേഹവും നടക്കാൻ പോവില്ല, എയും നടക്കാൻ പോവില്ല എന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം രാവിലെ എന്ത് കാണുന്നത്, പുതിയ ഒരാളെയും കൂട്ടിയിട്ട് നടക്കാൻ പോകുന്നത് കാണുന്നത്. അപ്പോൾ നടക്കുന്ന ആൾക്കാർക്ക് ഇത് നടത്തം തന്നെയാണ്. ഓക്കെ, അങ്ങനെ നടക്കാൻ പോകുന്നത് കാണുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയാണ്, ഓതർ പറയാണ്, ചിലപ്പോൾ ഇദ്ദേഹം സംസാരിക്കുന്നത് എന്നെക്കുറിച്ചാവാം. എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്, അയാളെ കൂടെ നടക്കാൻ വിളിക്കാൻ പറ്റിയ ഒരാളൊന്നുമല്ല, വളരെ ഡള്ളായിട്ടുള്ള ആളാണ്, എന്താണ് ഒരു പരുഷനായിട്ടുള്ള സ്വഭാവമാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവാം എന്ന് പറയാണ്. ഒപ്പം തന്നെ പറയാണ്, കുറച്ചു പേര് ഇങ്ങനെ എന്നെക്കുറിച്ചൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം ആൾ ഞാനാണെന്നൊക്കെ പറഞ്ഞ് ഒരു ദൂരം കഴിയുമ്പോൾ എന്ത് ചെയ്യും, വീണ്ടും നോട്ടീസ് ബോർഡൊക്കെ വായിക്കുകയായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ ഇത് അദ്ദേഹം റിപ്പീറ്റ് ചെയ്യാണ്. ഡെയിലി ഓരോ ആളെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞ് കുറച്ച് ദൂരം കഴിയുമ്പോൾ എന്താണ് ഇങ്ങനെയുള്ള നോട്ടീസ് ബോർഡ് വായിക്കുന്ന കാര്യത്തിലേക്ക് എല്ലാവരും മാറുന്ന് പറയാണ് ഇദ്ദേഹം. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കാം. How comes it, this immediate deterioration in those who go walking for a walking's sake? Just what happens? I take it that not by this reason faculties of a man urged to this enterprise. He urged evidently by something in him that transcends reason. By his soul, I presume. Yes, it must be the soul that raps out of quick march to the body. Halt, stand at ease, interposes the brain, and to what destination? It severely asks the soul, and what errand? Are you sending the body? Oh, no, errand whatsoever. So the soul makes answer, and to no destination at all. It is just like you that to be always on the lookout for some subtle ulterior motive. The body is going to out because the mere fact of its doing so is a sure indication of nobility, probity, and rugged grandeur of character. Very well, Vagula, have you on Viola. But I, says the brain, flatly refused to mix up with the tomfoolery. I shall go to sleep till it's over. The brain then wraps itself up its own convolutions and falls into a dreamless slumber from which nothing can rouse till the body has been safely deposited indoors again. ഇവിടെ വീണ്ടും ആ വാക്ക് റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ്? വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് നടക്കാൻ വേണ്ടി നടക്കുക. അതായത് ഇദ്ദേഹത്തിന് താല്പര്യമില്ല ഈ വിഷയത്തെക്കുറിച്ച്, ആർക്കും നടക്കാൻ പോകുന്ന വലിയ താല്പര്യം ഉണ്ടായിട്ട് പോകുന്നതൊന്നുമല്ല, അതെന്തോ ഒരു വലിയ മഹത്തായ കാര്യമാണെന്നുള്ളതുകൊണ്ടാണ് എല്ലാവരും പോകുന്നതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെയായി പോകുന്നത്? മുകളിൽ പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞു, എന്ന് പറയുന്ന ആള് ഇങ്ങനെ നടക്കാൻ പോകുന്നു, കുറച്ചു ദൂരം കഴിയുമ്പോൾ ആള് നോട്ടീസ് ബോർഡൊക്കെ വായിച്ച് വളരെ വിരസമായിട്ടാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ റീസൺസ് ആണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. എന്താണ് പറയുന്നുള്ളത്? അതായത് ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡീനെ 3 പാർട്ടായിട്ട് മാറ്റാം. ഒന്ന് സോൾ, ആത്മാവ്, രണ്ടാമത്തത് ബ്രെയിൻ, മൂന്നാമത്തത് ബോഡി. ഓക്കെ,
നമ്മൾ നടക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ ബ്രെയിനിന് ഒരു താല്പര്യം ഉണ്ടാവില്ല. ബ്രെയിൻ വളരെ മടി പിടിച്ച് എന്ത് ചെയ്യുന്നുണ്ടാവും? ബ്രെയിൻ പറയും ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. അതായത് നടക്കുമ്പോൾ ബ്രെയിൻ പ്രവർത്തിക്കില്ല എന്നർത്ഥം. അതേസമയം സോൾ പറയും സോൾ നടക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്, നമുക്ക് നടക്കാൻ പോവാം. അപ്പോൾ ബോഡി എന്ത് ചെയ്യും? ഇതിനെ സപ്പോർട്ട് ചെയ്ത് ബോഡിയും സോളും കൂടിയാണ് പോകുന്നത്. നമ്മുടെ ആത്മാവും നമ്മുടെ കൈകാലുകളുമാണ് കൂടെ പോകുന്നത്, അല്ലാണ്ട് ബ്രെയിൻ പോകുന്നില്ല. അതായത് നടക്കുമ്പോൾ പ്രത്യേകിച്ച് ബ്രെയിനിന്റെ ആക്ടിവിറ്റി ഒന്നും നടക്കുന്നില്ല. ആ സമയത്ത് ബ്രെയിൻ എന്ത് ചെയ്യും? അവിടെ തന്നെ കിടന്നുറങ്ങും എന്നാണ് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഒരു ഭാവം കൊടുക്കുകയാണ് ഇതിനൊക്കെ. ഓക്കെ, അങ്ങനെ ബ്രെയിൻ പൊതച്ചുമൂടി ഉറങ്ങും, ബാക്കി സോളും അതുപോലെ ബോഡിയും കൂടി നടക്കാൻ പോകുന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവര് നടന്ന് വന്നതിന് ശേഷമായിരിക്കും, തിരിച്ച് വീട്ടിലെത്തിയ ശേഷമായിരിക്കും ബ്രെയിൻ അവരുടെ കൂടെ വീണ്ടും മിക്സ് ആവുക എന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ബോഡി കംപ്ലീറ്റ് ആവുന്നത് ഈ നടത്തത്തിൽ പോയതിനു ശേഷം ബ്രെയിന് ചേരുമ്പോഴാണ്. ലാസ്റ്റ് പാരഗ്രാഫ്. Even if you go some definite places for some definite purpose, the brain would rather you took a vehicle, but you well enough unless you are going for a walk. It won't while your legs are vying with each other and do not a deep thinking for you, nor smell odd jobs you willingly, provide that your bandying you about gratify the pride of soul. Such as it is, this essay is composed this course of a walk. And this morning, I'm not one of those extremists who must have a vehicle to every destination. I never go out for of my way, as it were, to avoid exercise. I take it as who are always sorry. I take it. It comes and take it in good part. Those valedictorians indulging in this excess of the are no reason for despising it. I'm inclined to think that in moderation it is rather good for one physically, but pending at a time when no people wish me to go and see them. And I have no wish to go and see anyone, and there is nothing whatever for me to do of my own premises. I never will go out for a walk. അതായത് ലാസ്റ്റ് പാരഗ്രാഫിൽ ഒരു കൺക്ലൂഷൻ പോലെ പറയാണ്, എവിടെയെങ്കിലും പോവുകയാണ്, പ്രത്യേകിച്ച് ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ, ഇഫ് യു ഗോ സം ഡെഫിനറ്റ് പ്ലേസസ്, സം ഡെഫിനറ്റ് പേർപ്പസ്, നിങ്ങളൊരു പ്രത്യേക ആവശ്യത്തിന് പ്രത്യേക ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മുടെ ബ്രെയിൻ എപ്പോഴും പറയാം വണ്ടി എടുക്കുക, വണ്ടിയിൽ പോവാന്നാണ് പറയുക. അപ്പോൾ ബോഡി ഇതൊന്നും സപ്പോർട്ട് ചെയ്യില്ലായിരിക്കും, എന്നാലും നമ്മൾ വണ്ടി എടുത്താണ് പോകുന്നത്. അപ്പം തന്നെ പറയാണ്, ഞാൻ ഈ നടന്നു പോകുന്നതിനെതിരല്ല. നിങ്ങൾ എസ്സേ വായിക്കുമ്പോൾ തോന്നും ഞാൻ ഈ നടത്തത്തിനൊക്കെ എതിരാണ്, നടക്കുന്നത് തീരെ നല്ല കാര്യമല്ല എന്ന് വിചാരിക്കുന്നുണ്ടോ. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു എക്സ്ട്രീമിസ്റ്റ് ഒന്നുമല്ല. ആവശ്യത്തിന് നടക്കണം. അതേസമയം ഈ അസുഖം ബാധിച്ച ആൾക്കാർ, വാലഡിറ്റോറിയനറിയൻസ്, അവർക്കൊക്കെ നടത്തം അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് വേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ വണ്ടി വേണ്ടടുത്ത് വണ്ടി യൂസ് ചെയ്യുക. അതേസമയം അല്ലാണ്ട് സോളിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർക്ക് എന്താണ് നമ്മുടെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ നടക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നടക്കുക. അല്ലാണ്ട് നടത്തം ഒരു മോശം കാര്യമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ എസ്സേ തീരുന്നത്. ഓക്കെ, അപ്പോൾ വാക്കിങ്ങിനെ ഒരു പ്രത്യേക പെർസ്പെക്റ്റീവിലൂടെ കാണുകയാണ്. എന്താണ് വാക്കിംഗ് ഇസ് ഫോർ വാക്കിംഗ് സേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഈ എസ്സേ പോകുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.